നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. തൃശൂർ ഡോളേഴ്സ് ബസിലിക്കയിൽ നടന്ന രക്തദാന ക്യാമ്പ് ഫാദർ ബെൻവിൻ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കുംചേരി ദേശീയപാത സർവീസ് റോഡിലെ കുഴിയിൽ ലോറി താഴ്ന്ന് ഗതാഗതം സ്തംഭിച്ചു. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ നടത്തുന്ന കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു. വിവിധ പള്ളികളിൽ പ്രദക്ഷിണവും നഗരി കാണിക്കൽ ചടങ്ങും നടത്തി. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശുമരണം വരിക്കുകയും ചെയ്തതായാണ് വിശ്വാസം. കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ട് ഗാഗുൽത്ത മലയിലൂടെ കുരിശിനൊപ്പം ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ക്രൂരമർദ്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയുള്ള യേശുവിന്റെ മരണയാത്രയുടെയും പിന്നീട് കുരിശിലേറ്റപ്പെട്ടതിൻ്റെയും അനുസ്മരണമാണ് ദുഃഖവെള്ളി ആചരണം. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ദുഃഖവെള്ളിയാണ് വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാന ദിനമായി കണക്കാക്കുന്നത്. ദുഃഖവെള്ളി ദിനത്തിൽ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടാകില്ല. പകരം യേശുവിന്റെ പീഡാനുഭവം അനുസ്മരിച്ചുള്ള ചടങ്ങുകളാണ് നടത്തുക. കുരിശിന്റെ തിരുശേഷിപ്പ് ചുംബനം, പീഡാനുഭവ വായനകൾ, കുരിശിന്റെ വഴി എന്നിവ നടത്തി. നഗരി കാണിക്കൽ ചടങ്ങിന്റെ അവസാനം രാത്രി യേശുവിന്റെ പ്രതീകാത്മകമായ മൃതദേഹം പെട്ടിയിലടയ്ക്കുമ്പോൾ ദുഃഖവെള്ളി ദിനത്തിന്റെ ആചാരങ്ങൾ സമാപിക്കും. ഈ ത്യാഗസ്മരണയുടെ ദിനത്തിൽ മലയാറ്റൂർ, കനകമല തുടങ്ങിയ കുരിശുമല തീർത്ഥാടനങ്ങളും നടത്തും. കുരിശുമരണത്തിലൂടെ ഈശോ മാനവരാശിക്ക് പുതുജീവൻ നൽകിയതിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. പാപത്തിനുമേൽ വിജയം നേടുന്നതിനായി സ്വജീവൻ ത്യജിച്ച യേശുദേവന്റെ സമാനതകളില്ലാത്ത ത്യാഗത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും ഓർമ്മ പുതുക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയിൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാപപരിഹാര യാത്ര നടത്തി. മണ്ണുത്തി പള്ളിയിൽ നിന്നും ആരംഭിച്ച പരിപാടികൾക്ക് വികാരി ഫാദർ ഡേവിസ് ചിറമൽ, സഹവികാരി നിധിൻ പൊന്നാരി, കൈക്കാരന്മാരായ PP സണ്ണി, ജോണി കൂള, ആൻഡോ ചാലിശ്ശേരി, ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച രാത്രി യുവജനങ്ങൾ ക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒറ്റിക്കൊടുക്കപ്പെട്ട് പടയാളികൾ അദ്ദേഹത്തെ പിടികൂടി പുരോഹിത ശ്രേഷ്ഠന് മുന്നിൽ ഹാജരാക്കുന്ന രംഗം അവതരിപ്പിച്ച് പ്രശംസ പിടിച്ചുപറ്റി.
ഈശോയെ കൊല്ലുവാനായി വിധിച്ചു. നമ്മുടെ വൻ പാപകണം കാരണമായി ഇതിനെന്ന് ധ്യാനിച്ചിടുക. കാരണമായി ഇതിനെന്ന് ധ്യാനിച്ചിടുക. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ രാവിലെ 6:30 പീഠാനുഭവ ചരിത്ര വായനയോടുകൂടി ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, സഹവികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുക്കര എന്നിവർ ചേർന്ന് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ദേവാലയത്തിനകത്ത് ആരാധനയുടെ ഭക്തിസാന്ദ്രമായ എഴുന്നള്ളിപ്പിനും ക്രൂശിത രൂപം ചുംബിക്കുന്നതിനും 1000-ഓളം വരുന്ന ഇടവക ജനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേർന്നു. വിവിധങ്ങളായ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്ക് ബ്രദർ ജോബി വടയാട്ടുകുഴി, തിരുകുടുംബ സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, ഇടവക കൈക്കാരന്മാരായ വിൻസെന്റ് കവലക്കാട്ട്, CC സാജൻ, ജോൺസൺ പാലക്കൻ, ഡാനി ഡേവിസ്, ഇടവക PRO നിധിൻ ജോസ്, ഭക്തസംഘടനാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ഇടവക അതിർത്തിക്കുള്ളിൽ നടക്കുന്ന പരിഹാര പ്രദക്ഷിണത്തോടുകൂടി ദുഃഖവെള്ളി ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കും. അങ്ങനെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിച്ചാരാധിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബ തിരുമേനിയുടെ ദുഃഖവെള്ളി സന്ദേശം. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കുന്നത് പാപത്തിൽ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ തൻ്റെ കുരിശാരോഹണം കൊണ്ട് രക്ഷയുടെ മഹത്വീകരണത്തിലേക്ക് വരുത്തുകയാണ്. സാധാരണ മനുഷ്യനായ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി തീർന്നവനാണ്. തൻ്റെ ആ കുരിശുമരണം മുഖാന്തരമായിട്ട് നമുക്കും ആ കുരിശിനെ പിന്തുടരുവാനുള്ള ഒരാഹ്വാനമാണ് നൽകുന്നത്. കർത്താവ് കുരിശ് തറയ്ക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്: എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിനെ ക്രൂശ് എടുത്ത് അനുഗമിക്കാനുള്ള തീരുമാനം ഈ ദുഃഖവെള്ളിയാഴ്ച എടുക്കുവാനുള്ളതാണ് നമുക്ക് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സമീപിക്കുക എന്ന് പറയുന്നത് സെൽഫ് ഡിനയലാണ്. നമുക്ക് നമ്മെ തന്നെ പരിമിതീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശംസയ്ക്കും എല്ലാം അതീതമായിട്ട് നമ്മെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരനുഭവം. ദൈവം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ദൈവിക മഹത്വത്തിനാണ്. അതുകൊണ്ട് സ്വയം പരിമിതപ്പെടുത്തി ആ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുരഭിമാനങ്ങളുമെല്ലാം ത്യജിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിലെ സമ്പത്തും പണവുമല്ല, കർത്താവിൻ്റെ സന്നിധിയിലുള്ളതാണ് നമ്മുടെ ആദ്യമായ സന്തോഷമെന്നറിഞ്ഞ് ഈ ലോകത്തിലെ ആഹ്ലാദങ്ങൾക്ക് ഒരു പരിമിതി കൽപ്പിക്കാൻ നമുക്ക് കൊണ്ട് കഴിയുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കർത്താവിനെ കുറിച്ചെടുക്കുന്നത് ഏത് കഷ്ടതകളെയും ദുഃഖങ്ങളെയും പ്രത്യാശയോടുകൂടെ നേരിടുവാനുള്ളതായ ദൈവകൃപയാണ്. കർത്താവ് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നുപോയത് നമ്മെ പരീക്ഷണങ്ങളിൽ യാതൊരു തരത്തിലുള്ളതായ പ്രതികൂല അനുഭവങ്ങളുമില്ലാതെ അനുകൂലമായ തന്നെ ദൈവത്തെ പിന്തുടരുവാനും ദൈവികമായ മാർഗങ്ങൾ കൂടെ പോകുവാനുമാണ്. ലോകമെന്ന് വിവിധങ്ങളായിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ കടക്കുന്നു. ആരും നിരാശപ്പെടേണ്ട ഒരു പ്രത്യാശ നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലെ ഒരു പ്രത്യാശ നമുക്കെല്ലാം അനുഗ്രഹത്തിനായിട്ടും സന്തോഷത്തിനായും ഭവിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. കർത്താവിൻ്റെ കുരിശെടുത്ത് പോകുന്ന അനുഭവത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ കർത്താവിലുള്ള ഒരു പ്രത്യാശ വയ്ക്കുമ്പോൾ അതിനതീതമായി നമുക്ക് ഉയരുവാൻ സാധിക്കും, വളരുവാൻ സാധിക്കും എന്നുള്ളതായ വിശ്വാസത്തോടെ പോകേണ്ടത് ആവശ്യമാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മുടെ ചിന്ത അതാണ്. മൂന്നാമതായിട്ട് നമുക്ക് കർത്താവ് നൽകുന്ന ഒരു സന്ദേശം, കുരിശിൻ്റെ പാത എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി നമുക്ക് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പങ്കുവെക്കുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ അനുഭവങ്ങളെ മുഴുവനും നമ്മുടെ സ്വാർത്ഥതയിൽ നശിപ്പിക്കാതെ സന്തോഷകരമായി മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ പൊസഷൻസും നമ്മൾ ദൈവം തന്നിരിക്കുന്ന നന്മകളും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കണം. ലോകത്തിൽ കരയുന്നവരും കഷ്ടപ്പെടുന്നവരും അനേകരുണ്ട്. അവരുടെ കണ്ണുനീരൊപ്പുന്ന അനുഭവമായി നമ്മുടെ കുരിശിൻ്റെ പാത തീരുമ്പോൾ കുരിശിൻ്റെ പാതയ്ക്കൊരർത്ഥമുണ്ട്. ആ കുരിശിൻ്റെ പാത പുതിയതായിരിക്കുന്ന ലോകത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന സ്വാതന്ത്ര്യവും സമത്വവും നീതിയും ഉൾക്കൊള്ളുന്നതായ ഒരു ലോകത്തിൻ്റെ നല്ല മക്കളായി സന്തോഷമുള്ള സഹോദരങ്ങളായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈ കുരിശിൻ്റെ കഷ്ടപ്പാടിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാ അനുഭവങ്ങളെയും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നതായ ദൈവകൃപ നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സന്തോഷം നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുവാനും അതുപോലെ കഷ്ടപ്പെടുന്നതായ ആളുകൾക്ക് പ്രത്യാശയുടെ തുറമുഖം കാണിച്ചു തരുവാനും അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരെയും സമഭാവനയോടെ വീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും പകരുന്നതായ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ നമുക്ക് നൽകുന്ന അനുഗ്രഹമായി തീരാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് തൃശൂർ ഡോളേഴ്സ് ബസിലിക്കയിൽ നടന്ന രക്തദാന ക്യാമ്പ് അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നതിൽ പരം മഹത്തായ മറ്റൊരു കാര്യം വേറെ എന്തുണ്ട്? എന്നാൽ രക്തദാതാവിന് കിട്ടുന്ന നിരവധി ആയ നേട്ടങ്ങളെപ്പറ്റി അവബോധം സൃഷ്ടിക്കപ്പെടാത്തത് അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികൾക്ക് രക്തം ലഭിക്കാൻ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന
വേഗമേറിയതും വേദനയില്ലാത്തതുമായ പ്രവർത്തനമാണ് രക്തദാനം. കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ രക്തം ദാനം ചെയ്യാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രക്തദാനം ചെയ്യുമ്പോൾ ദാതാവിന് ലഭിക്കുന്ന നിരവധി നേട്ടങ്ങൾക്ക് പ്രചാരം നൽകാൻ ഒരുങ്ങുകയാണ് പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ സൊസൈറ്റി. അതിനുവേണ്ടി ഹെൽത്ത് കെയർ സൊസൈറ്റി പുറത്തിറക്കിയിട്ടുള്ള ആകർഷണമായ സ്ലോഗൻ ഇതാണ്: രക്തദാനം മഹാദാനം മാത്രമല്ല, മഹാനേട്ടം കൂടിയാണ്. മനുഷ്യകുലത്തിൻ്റെ പരിത്രാണനത്തിനു വേണ്ടി അവസാനത്തുള്ളി രക്തം പോലും ചിന്തിയ യേശുവിൻ്റെ പീഡാനുഭവത്തെ സ്മരിച്ച് ഹെൽത്ത് കെയർ സൊസൈറ്റി കഴിഞ്ഞ 20 വർഷമായി നടത്തുന്ന രക്തദാന ക്യാമ്പ് ഈ ദുഃഖവെള്ളിയാഴ്ചയും നടന്നു. രക്തദാനം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംഘടിപ്പിച്ച ദുഃഖവെള്ളി ആചരണ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ബേബി പോൾ കാർമ്മികത്വം വഹിച്ചു. യേശുവിന്റെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ദുഃഖവെള്ളി ആചരണം സംഘടിപ്പിച്ചത്. പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി. തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവുമുണ്ടായി. പ്രാർത്ഥനയോടൊപ്പം ഉപവാസത്തോടെയും വിശുദ്ധിയോടെയും ആചരിക്കുന്ന ദുഃഖവെള്ളിയാണ് വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാന ദിനമായി കണക്കാക്കുന്നത്. പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ജിജു പി വർഗീസ്, ബാബു പെരുമാലിയിൽ, ബേബി നെയ്ത്ത്, ബേബി മനയത്ത്, സാജൻ പാറയ്ക്കൽ, ചെറിയാൻ കൊല്ലമ്പടിയിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലുകാരൻ മുഖ്യ കാർമ്മികനായി. വൈകിട്ട് 4-ന് പരിഹാര പ്രദക്ഷിണം നടന്നു. മച്ചാട് പള്ളിയിൽ നിന്നും ആരംഭിച്ച് ഊരാക്കോട് കപ്പേളയിൽ സമാപിച്ചു. വചന സന്ദേശവും ഉണ്ടായി. ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ സ്റ്റെലസി, ബ്രദർ ജീസൺ പുത്തൂർ, ട്രസ്റ്റിമാരായ ജിനോ വടക്കൂടൻ, വിൻസെന്റ് തോമസ്, ഡേവിസ് വല്ലൂരാൻ, VP സാൻജോ, കേന്ദ്ര സമിതി കൺവീനർ തോമസ് പുത്തൂർ, ഏകോപന സമിതി പ്രസിഡന്റ് CT ആന്റണി, പ്രതിനിധി യോഗം സെക്രട്ടറി നിക്സൺ ആലപ്പാട്ട്, ജീസൺ ആന്റണി, ദേവാലയ ശുശ്രൂഷികളായ സിബി സജി, ഗേളി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ദൈവമാകുന്നു
പോലെ വരണ്ടു നാളെ ഒത്തുചേർന്നു മരണത്തിന്റെ കോഴിയിൽ അങ്ങനെ വലിച്ചെറിഞ്ഞു. മലയാറ്റൂർ മലമുകളിലെ പള്ളിയിലേക്ക് വൻ ഭക്തജന പ്രവാഹമായിരുന്നു. വിശുദ്ധവാരത്തിൽ ആരംഭിച്ച മലകയറ്റം ദുഃഖവെള്ളിയാഴ്ച അതിൻ്റെ പരകോടിയിലെത്തും. വിവിധ വലിപ്പമുള്ള കുരിശുകൾ ചുമന്ന് സംഘമായും ചിലർ കുടുംബസമേതവും മറ്റു ചിലർ ഒറ്റയ്ക്കും പൊന്നും കുരിശു മുത്തപ്പ പൊന്മല കയറ്റം എന്ന് വിളിച്ച് മല കയറി പാപപരിഹാരം തേടുന്നു. ക്രിസ്തുവിൻ്റെ ഗാഗുൽത്ത മലയിലേക്കുള്ള യാത്രയിൽ സൂചിപ്പിക്കുന്ന 14 സ്ഥലങ്ങൾ ഇവിടെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും വിശ്വാസികൾ പ്രത്യേകം പ്രാർത്ഥന നടത്തിയാണ് മല കയറുന്നത്. തൃശൂർ വടക്കഞ്ചേരി ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ മിനി കണ്ടെയ്നർ ലോറി റോഡിലെ കുഴിയിൽ താഴ്ന്ന 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം ഭാഗത്തു നിന്നും ഗോതമ്പ് കയറ്റി വന്ന വാഹനം സർവീസ് റോഡിലെ ടാറിംഗ് ഇളകി രൂപപ്പെട്ട കുഴിയിൽ താഴുകയായിരുന്നു. സർവീസ് റോഡുകളെല്ലാം ഭാരവാഹനങ്ങൾ കടന്നു പോകാൻ കഴിയും വിധം ബലപ്പെടുത്തിയല്ല നിർമ്മാണം നടത്തിയത്. സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി യാതൊരു ഗുണനിലവാരങ്ങളും പാലിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇതാണ് അപകട കാരണം. താണിപ്പാടം മുതൽ പീച്ചി റോഡ് ജംഗ്ഷൻ വരെ ഗതാഗത കുരുക്ക് 1 മണിക്കൂർ നീണ്ടു. ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കിയാണ് ഗതാഗതം പുനരാരംഭിച്ചത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മണ്ണുത്തി സ്വദേശിയുമായ പണിക്കവീട്ടിൽ നൌഫിൽ എന്നയാളെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാപ്പ ചുമത്തി ഉത്തരവിട്ടു. നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ നൌഫിൽ ജയിലിലായിരുന്നു. പിന്നീട് വീണ്ടും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെയാണ് മണ്ണുത്തി പോലീസ് കാപ്പ ചുമത്തുന്നതിനു വേണ്ട നടപടികൾ ആരംഭിച്ചത്. നടപടികൾ പൂർത്തിയായതിനു ശേഷം നൌഫലിനെ 6 മാസത്തേക്ക് ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, അടിപിടി ഉൾപ്പെടെ 4 കേസും ചേർപ്പ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ, പീച്ചി പോലീസ് സ്റ്റേഷൻ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അടിപിടി, വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് നൌഫിൽ. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 3 പേർ റിമാൻഡിൽ. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിന് പാറമക്കാടൻ വീട്ടിൽ രമേശ്, നന്ദിപുലം സ്വദേശികളായ അഭിലാഷ്, അഖിലേഷ് എന്നിവരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കെ എൻ, സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോഫിൻ ജോണി, സജീവ്, ഷിജു എന്നിവരും ഉണ്ടായിരുന്നു. കുന്നത്തങ്ങാടി ബാറിൽ വാൾ വീശി മാനേജറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിൽ.
കണ്ണമ്പറമ്പിൽ കുട്ടൂസൻ എന്ന് വിളിക്കുന്ന നിഖിലിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് KS ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിഖിലിനെ കോടതിയിൽ ഹാജരാക്കി. വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിൽ. പരിയാരം സ്വദേശി പള്ളത്തേരി വീട്ടിൽ ബിജു ആണ് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ വെൽസ് K. തോമസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃപ്രയാർ സെന്ററിൽ ഇരുമ്പുവടി കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമം. പ്രതികളിൽ ഒരാൾ റിമാൻഡിൽ. തൃപ്രയാർ സെന്ററിൽ വെച്ച് നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെ മാരകായുധമായ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ചക്കമലത്ത് വീട്ടിൽ റോഷനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ CN, സദാശിവൻ PG, ASI ഭരതൻ ഉണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി, സുനീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. തൃശൂർ ഡോളേഴ്സ് ബസിലിക്കയിൽ നടന്ന രക്തദാന ക്യാമ്പ് ഫാദർ ബെൻവിൻ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കുംചേരി ദേശീയപാത സർവീസ് റോഡിലെ കുഴിയിൽ ലോറി താഴ്ന്ന് ഗതാഗതം സ്തംഭിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.